ഹായ്, വെൽക്കം ബാക്ക്. സന വ്ളോഗിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താ വിശേഷങ്ങളൊക്കെ? അപ്പം ഞാനെന്ത് ചെറിയ വ്ളോഗായിട്ടാണ് അമ്മയൊക്കെ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മോളെ മദ്രസയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടി പോകുന്നതിനേക്കാൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അങ്ങനത്തെ വിശേഷമായിട്ടാണ് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ കാണാം. ഇവിടെ ഒരു കട തുടങ്ങുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ടാ. അപ്പം എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ദൂരം തന്നെ പോകണം. വീടിൻ്റെ അടുത്താണ്. ഇവിടെ വീട്ടിലെന്തോ പരിപാടിയുണ്ട്. പ്രസവിച്ച എന്താ തൊട്ടിൽ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ആ വീട്ടിൽ. ഇപ്പം ഇവിടെ എല്ലാം കണ്ടോ, കുറേ തെങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ നടന്ന് പോകുന്ന സമയത്ത് കുറേ ചിക്കന്മാരുണ്ട് കേട്ടോ. ആ ഫ്രഷ് ചിക്കന്മാരാണ്, പക്ഷെ ഒന്നും കിട്ടൂല. പിന്നെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു വൈകിട്ട്. അതുകൊണ്ട് രാത്രി കുറച്ച് കൂടി കിട്ടണേ. ഇപ്പം ഈ മാസം വന്നല്ലോ, ഇനി മഴയാണ്. ഇപ്പോൾ സ്കൂളും ഒക്കെ ലീവാണല്ലോ. ഇപ്പോൾ ഇവിടെ മുസ്ലിം സ്കൂളുണ്ടായിരുന്നു, അതിപ്പോൾ ഇന്നലെ മുതൽ അതും ലീവ് കിട്ടി. ഇവിടെ കണ്ടോ കുറേ ചക്കകളും. ഡേ കെയറാണ് സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണാം. എൻ്റെ വീഡിയോ ഇപ്പോൾ പറയുന്നു തരം തന്നെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. മുകളിൽ റോഡ് പാസ്സായി കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നത് കാണാം മുകളിൽ. അങ്ങനെ ഞാനിപ്പം മോളെ മദ്രസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മദ്രസിൻ്റെ പരിസരത്ത് എത്തി കേട്ടോ. ഇത് പറയുന്നത് നമ്മളെ വിദ്യാനഗറിലുള്ള ഒരു ഫ്ലാറ്റാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഫ്ലാറ്റാണ്. ഇവിടെ ഭയങ്കര വാടക, നമുക്കൊന്നും പറ്റൂലപ്പോൾ ഇവിടെ താമസിക്കുന്ന അത്രയും ഒരു വാടകയാണ് കേട്ടോ. കണ്ടോ, ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡ്. ഇവിടെയൊക്കെ അക്ഷയ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ ജോലിക്ക് കയറാൻ പറ്റും, പക്ഷെ ഞാൻ അതിനുള്ള ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ അക്ഷയ ഉണ്ട്, പിന്നെ ഹോട്ടലുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇത് ഫുള്ള് സാദിയ ബിൽഡിങ്ങാണ് കേട്ടോ. സാദിയ ബിൽഡിങ്ങാണ് ഇത് മൊത്തം. ജാമിയ സാദിയ വരെ ബിൽഡിങ്ങാണ്. ഇവിടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എ സി ഇട്ടു ഇവിടെ. മദ്രസിൻ്റെ പരിസരത്ത് എത്തി കേട്ടോ. മദ്രസിൻ്റെ പള്ളി, അതിൻ്റെ ബാക്ക് സൈഡാണ് മദ്രസ ഉണ്ടത്. കണ്ടോ, ജാമ്യ സാദിയ നൂറുല്ലമ്മ മദ്രസ എന്നറിയും ഇവിടെ മദ്രസിൻ്റെ പേര്. സമസ്ത അംഗീകരിച്ച മദ്രസ ആണ്, ഒന്നും മോശമില്ല കേട്ടോ. ഇവിടെ ചെടികളും കണ്ടോ, ഗാർഡൻസൊക്കെ കണ്ടോ. ഇവിടെ പിന്നെ ഇതൊന്നും കേട്ടോ, സ്കൂളുണ്ട്. LKG UKG ഉള്ള സ്കൂളുണ്ട്. ചെടികളൊക്കെ കണ്ടോ, ചെടികളൊക്കെ കുറേ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുത്തടുത്ത് പള്ളികളുണ്ട്. ജുമ ഇങ്ങനെ ഇതില്ലാന്ന് തോന്നുന്നുണ്ട്, കമ്മിറ്റി മാത്രം. കണ്ടോ, ഇവിടെ സ്കൂള് കണ്ടോ. ഇവിടെ സ്കൂളാണ് ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടുള്ളത്. അന്നൂർ വാലി സ്കൂളാണ്. ഇവിടെ മുമ്പ് നല്ല പുളിച്ചെടിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കെട്ടുവാണെങ്കിൽ മഴക്കാലത്ത് നല്ല രസമുണ്ടാകും. മഴക്കാലത്ത് നല്ല രസമുണ്ടാകും. ചെടി കണ്ടോ, ഇതൊക്കെ കൊണ്ടുപോയി നടണല്ലേ.
നല്ല ചെടിയുണ്ട്. അങ്ങനെയുണ്ട് നമ്മളെ വീടിനടുത്ത് ടൗണോട്ടാ. വീട് ചെയ്യുമ്പോൾ വാടക താമസിക്കുന്നുണ്ട്, സ്വന്തം വീടല്ല കേട്ടോ. ഇവിടെ സ്വന്തം സ്ഥലം എടുക്കണമെങ്കിൽ 5 ലാക്കാണ് സെൻറ്റിന്. 5 ലാക്ക് 6 ലാക്കൊക്കെ വരും. ഓക്കെ, ശരി. കണ്ടോ ശരി, ഫ്ലവർ പിടിച്ചിട്ട് കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. മുന്നേ ഇതുണ്ടായിരുന്നു റോസ് ഫ്ലവർ, ഇതൊക്കെ അതെല്ലാം പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ. പിന്നെ ഈ ചെടി പിന്നെ അതെല്ലാം പണ്ടേ അങ്ങനെ ഞാനിപ്പോൾ ഓഫീസ് ഡ്യൂട്ടിയിലാണ്. ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വ്ളോഗും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുത്തും കുറഞ്ഞത് ഒരു 11:30 മണിയായിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പോകാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ്. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക്. ഒക്കെ എന്തോന്നും അറിയേണ്ട ദിവസത്തിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ ഇന്നലെ കുറച്ച് മഴ ആയതുകൊണ്ടേ കുറച്ച് തണുപ്പുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ മോട്ടർ ശരിയുണ്ടായിരുന്നില്ല. മോട്ടർ ഇന്നലെ ഇവിടേക്കായത്. പക്ഷേ പിന്നീട് മോട്ടറുള്ളതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം എടുത്തു. പിന്നെ താഴെ ഇതിൽ ഡ്രമ്മ് നിറച്ച് വെച്ചു. അതിൽ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ വെള്ളം ടാങ്കിൽ നിറക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അത്യാവശ്യത്തിന് വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ നമുക്കൊരു അങ്ങനെയൊക്കെ നമുക്ക് ഒരു അങ്ങനെയൊക്കെ ഇടയ്ക്ക് വരണം. അങ്ങനെ നമുക്ക് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അവരെങ്ങനെ പുറത്തുനിന്ന് പോയിട്ട് കുറച്ച് ദൂരം എടുക്കുന്നവർ വെള്ളത്തിൻ്റെ കഷ്ടപ്പാടും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ എടുക്കയച്ചു അതിനെനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ മോട്ടർ ശരിയാക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. എൻ്റെ ഓഫീസ് നിങ്ങൾ കണ്ടതുകൊണ്ട് പിന്നെ ഇങ്ങനെ പുതുതായിട്ട് കാണിക്കാവുന്നില്ലല്ലോ. പിന്നെ ഓഫീസിലെങ്ങനെ ഞാൻ രാവിലെ വരും, വൈകുന്നേരം പോകും. ഇന്ന് പിന്നെ റേഷൻ കടയിലൊന്ന് പോകാനുണ്ട്. മാസം 30 വാങ്ങിയിട്ടേ ഇല്ല. കഴിഞ്ഞ മാസം പോകുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസത്തിൽ ലേറ്റാക്കണ്ടെന്ന്, പെട്ടെന്ന് വരണം. പക്ഷേ ഓരോ തിരക്കായിട്ട് പോകാനേ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും പോകണം റേഷൻ കടയിലോട്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇനി റേഷൻ കടയിൽ ഇവിടെ നിന്ന് കുറച്ച് നടന്ന് പോകണം. പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകണം. ഇതിന് മുമ്പ് പോയിക്കൊണ്ടായ റേഷൻ കട എന്നാൽ കുറച്ച് ദൂരമാണ്. എൻ്റെ വീട്ടിനടുത്ത് നിന്ന് കുറച്ച് ദൂരം. ഇപ്പോൾ 2 സൈഡ് റോഡ് പാലെല്ലായതിനു ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടത്തേക്ക് പോകാൻ. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ റേഷൻ കടയുണ്ട്. അവിടെ നിന്ന് നടന്ന് പോയി റേഷൻ കടയിൽ പോകുന്ന വീടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം മോക്ക് മെഡിക്കൽ മരുന്നറ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് രാത്രിയത്തെ വൈബാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും, ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഇൻഷാ അല്ലാഹ്.